ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ ഹാരിയർ റിവ്യൂ നമ്മൾ സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ട് വരും ഏകദേശം 55 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏതരമാണ് ഇനി തിരിച്ച് വീട്ടിൽ കയറണമെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് തന്നെ ഷാർ അങ്ങനെ ഏതറിനെ രണ്ട് കുറ്റം പറഞ്ഞിരിക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് വണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള അപ്ഡേറ്റ് ആയിട്ട് വന്നു. കഴിഞ്ഞ 10 മാസമായിട്ട് ഈ സ്ക്രീൻ നമ്മൾ ഡോഡിൽ വെച്ച് വർക്ക് ചെയ്തെങ്കിൽ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് ഉണ്ട് ഫുൾ ടച്ച് ആയി. ഈ ഒരു അപ്ഡേറ്റ് നമ്മളെ ശരിക്കും തന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ട്, കാരണം ബാക്കിയുള്ള EV-കളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ടച്ച് സ്ക്രീൻ എല്ലാത്തിനും നല്ല വിഷമം. ഇപ്പോൾ എവിടെ തൊട്ടാലും ടച്ച് അല്ല. അപ്പോൾ ഈ ഒരു സ്വിച്ചിങ് എന്ത് അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഈ സ്ക്രീൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ സ്വിച്ച് തന്നെ വേണം. ഇത്രയും കാലം ബഗ്ഗും കാര്യങ്ങളൊന്നും നമ്മളെ പേടിപ്പിച്ചത് ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ടായിരുന്നല്ലേ. അങ്ങനെ വണ്ടി ഫുൾ ചാർജ് ആവുന്ന ടൈം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടിരിക്കും. വീഡിയോക്ക് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അണ്ണം പോസ് ചെയ്യുന്ന കണ്ടില്ലേ. ഇത്രയും കുടിച്ചു കഴിഞ്ഞിട്ടുള്ള ഇവന്റ് പോസ് ചെയ്ത് തന്നെ ഏകദേശം രാവിലെ 10:52 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഏതറിന്റെ ചാർജ് 23% മാത്രമായിരുന്നു. അങ്ങനെ ഒരു 11:30 ആയപ്പോൾ 81% ചാർജ് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു ഇറങ്ങി കോളേജ് വന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും വേണ്ട യൂണിയൻ കാരുടെ വക അടിപൊളി ഒരു DJ വിത്ത് പത, അതാണ് ഹൈലൈറ്റ്. ഇപ്പൊ അറിഞ്ഞു തുള്ളിക്കും അടുത്ത മാസം സെം എക്സാം. ഇവിടെ ഇത്രയും പേര് പതയെ കുളിച്ച് നിന്നപ്പോഴത്തേക്കും ചിലവന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിടിച്ച് വെള്ളത്തിൽ മുക്കാൻ തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നനഞ്ഞല്ലോ ബ്രോ, ഉടല് വരെ നനഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് നേരെ പോയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും തേടാ മീനെ മേടിക്കാനായിട്ട് നമ്മുടെ കുറച്ച് പിള്ളേർ വന്നു. എന്തായാലും ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.